നമസ്കാരം 140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിനായി സർക്കാർ അനുവദിച്ച തുകയുടെ കണക്ക് പുറത്ത്. നോയിഡയിലെ തൊഴിലാളി സമരം MA ബേബിയെയും സംഘത്തെയും തടഞ്ഞു UP പോലീസ്. അപകടകരമായി വാഹനം ഓടിച്ചത് ചോദ്യം ചെയ്ത മകനും അച്ഛനും മർദ്ദനം, കേസെടുത്തു പോലീസ്. ആൾ സഞ്ചാരമില്ലാത്ത പാടവരമ്പത്ത് തെങ്ങുകയറ്റ തൊഴിലാളി മരിച്ച നിലയിൽ. ചേർത്തലയിൽ മന്തിക്കടയുടെ വിഷുദിന ആശംസ പോസ്റ്റർ വിവാദത്തിൽ, ഹോട്ടൽ ഉടമ അറസ്റ്റിൽ. വയനാട് പുനരധിവാസത്തിനായി സർക്കാർ ഇതുവരെ അനുവദിച്ച തുകയുടെ കണക്ക് പുറത്ത്. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും 102.59 കോടി രൂപയാണ് നൽകിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 167.12 കോടി രൂപയും അനുവദിച്ചു. കേന്ദ്രം അനുവദിച്ച 529.50 കോടി രൂപയും പുനരധിവാസത്തിനായി അനുവദിച്ചിരുന്നു. 43.56 കോടി രൂപ ടൗൺഷിപ്പിന്റെ ഭൂമി ഏറ്റെടുക്കാൻ ചിലവായി. ടൗൺഷിപ്പ് നിർമ്മാണത്തിനുള്ള 299 കോടിയിൽ 80 കോടി രൂപ ഊരാളുങ്കലിന് നൽകി. നോയിഡയിലെ തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയ CPM സംഘത്തെ ഉത്തർപ്രദേശ് പോലീസ് തടഞ്ഞു. നോയിഡ ഗൗതം ബുദ്ധ നഗർ ജില്ലാ മജിസ്ട്രേറ്റിനെ കാണാനുള്ള യാത്രയിൽ ഡൽഹി ഉത്തർപ്രദേശ് അതിർത്തിയിൽ വെച്ചാണ് പോലീസ് സംഘത്തെ തടഞ്ഞത്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി, രാജ്യസഭാ MPമാരായ V ശിവദാസൻ, AA റഹീം എന്നിവർ ഉൾപ്പെടെയാണ് സംഘത്തിലുള്ളത്. മദ്യപിച്ച് അപകടകരമായി വാഹനം ഓടിച്ചത് ചോദ്യം ചെയ്തതിന് മർദ്ദനം. കോട്ടയം പൂഞ്ഞാർ തെക്കേക്കര കല്ലേക്കുളത്താണ് സംഭവം. പൂഞ്ഞാർ സ്വദേശി സജി, ഇയാളുടെ അച്ഛൻ തങ്കൻ എന്നിവരാണ് മർദ്ദനത്തിനിരയായത്. ഇരുവരെയും മർദ്ദിച്ച തീക്കോയി സ്വദേശികളായ അഭിഷേക്, അബിൻ എന്നിവർ പോലീസ് പിടിയിലാണ്. മറ്റു 3 പേർക്കെതിരെ കൂടി ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിഷുദിനത്തിലാണ് സംഘർഷം ഉണ്ടായത്. രണ്ടാഴ്ചയായി കാണാതായ തെങ്ങുകയറ്റ തൊഴിലാളിയുടെ മൃതദേഹം കോതമംഗലത്ത് കണ്ടെത്തി. കോട്ടപ്പടി പള്ളിപ്പടി സ്വദേശി സനിലാണ് മരിച്ചത്. കോട്ടപ്പടിയിലെ പാടശേഖരത്തിന് സമീപമുള്ള തെങ്ങിൻ ചുവട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പ്രദേശത്ത് പുല്ലുവെട്ടാനെത്തിയ തൊഴിലാളികളാണ് രൂക്ഷമായ ദുർഗന്ധത്തെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉമേഷ് ശിവകുമാർ പറഞ്ഞു. മൃതദേഹം പൂർണ്ണമായും ജീർണിച്ച അവസ്ഥയിലായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുമെന്നും മരണകാരണം അപ്പോൾ വ്യക്തമാകുമെന്നും കോട്ടപ്പടി പോലീസ് വ്യക്തമാക്കി. ചേർത്തലയിലെ മെഹർ മന്തിക്കട ഉടമകളിൽ ഒരാളായ അർഷാദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. ശ്രീകൃഷ്ണനു മുന്നിൽ കുഴിമന്തി വെച്ചാണ് പോസ്റ്റർ തയ്യാറാക്കിയത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിരുന്നു. വിശ്വാസികളുടെ മതവികാരം വ്രണപ്പെടുത്തിയതിനാണ് കേസെടുത്തിരിക്കുന്നത്. ആലപ്പുഴയിലെ അഭിഭാഷകന്റെ പരാതിയിലാണ് കേസെടുത്തത്.